ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് എൻ്റെ ഈ പൂന്തോട്ടത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് കുറച്ച് സ്ഥലം ഇങ്ങനെ പുല്ലൊക്കെ പിടിച്ച് വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് വൃത്തിയാക്കി ഇവിടെ കുറച്ച് ചെടികളൊക്കെ നടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചായിരുന്നു കുറച്ച് ചെടികൾ ഇങ്ങനെ തൈകളൊക്കെ നട്ടു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം വളർന്ന് വലുതായി എല്ലാത്തിലും പൂവും വന്നായിരുന്നു. ഇതൊക്കെ മാറ്റി നടേണ്ട സമയം കഴിഞ്ഞിട്ട് ഒത്തിരി നാളായി, പിന്നെ സമയം കിട്ടാത്തതുകൊണ്ട് അതങ്ങനെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് അതൊക്കെ ഇങ്ങോട്ടൊന്ന് മാറ്റി നടാമെന്ന് വെച്ചു. ഞാനിങ്ങനെ ചെടികൾ നടന്ന് ഒരു ചെറിയൊരു കുഴി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ചാണകപ്പൊടിയും പിന്നെ കുറച്ച് വേർമി കമ്പോസ്റ്റും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ഇട്ട് അതെല്ലാം കൂടെ ഒന്ന് മണ്ണൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തോട്ടാണ് ഈ തൈകൾ നട്ടു കൊടുക്കുന്നത്. ശരിക്കും ഈ ചെടിക്ക് അത്രയും വളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മുൻപ് ഞാൻ നട്ടപ്പോഴും ഇങ്ങനെ തന്നെ നട്ടത്. എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എനിക്ക് ഇടേണ്ടി വന്നിട്ടേ ഇല്ല. അതെപ്പോഴും നന്നായിട്ട് നിറയെ ബ്രാഞ്ചസൊക്കെ വന്ന് എല്ലാത്തിലും പൂക്കളും ഒക്കെ ആയിട്ട് നന്നായിട്ട് വളരുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ എനിക്ക് വളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. എന്നാലും ഇതിപ്പോൾ ആദ്യമായിട്ട് നടുമ്പോൾ കുറച്ച് വളമൊക്കെ ഇരുന്നോട്ടേ എന്ന് വെച്ച് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഓരോരോ തൈകളായിട്ട് ഇങ്ങനെ മാറ്റി നടുകയാണ്. ഈ ചെടികളൊന്നും വാങ്ങിയതല്ല കേട്ടോ. ഞാനിങ്ങനെ വഴിയിലോ റോഡ് സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പം അതിൻ്റെ തൈകളൊക്കെ കണ്ടിട്ട് അതിനൊക്കെ എടുത്തുകൊണ്ട് വന്ന് വളർത്തി വലുതാക്കി എടുത്തതാണ്, വാങ്ങിയതൊന്നുമല്ല. ഈ ചെടിയുടെ പേര് പെരിവിങ്കിൾ അല്ലെങ്കിൽ വിങ്ക റോസ് അല്ലെങ്കിൽ ഗ്രേവിയാർഡ് പ്ലാന്റ്, അങ്ങനെ പല പേരുകളുണ്ട് ഈ ചെടിക്ക്. മലയാളത്തിൽ ഇതിനെ നിത്യകല്യാണി എന്നും പറയുന്നുണ്ട്. നിത്യവും ഇങ്ങനെ പൂക്കളുള്ളത് കൊണ്ടായിരിക്കണം നിത്യകല്യാണി എന്ന് വിളിക്കുന്നത്. ശരി കേട്ടോ, ഞാൻ ഈ ചെടിയിൽ നട്ട് ഇതിൽ പൂ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം പോലും ഇതിൽ പൂ ഇല്ലാത്തൊരു ദിവസമില്ല. എല്ലാ ദിവസവും ഇതിലിങ്ങനെ പൂക്കളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതിനെ നിത്യകല്യാണി എന്നും പറയുന്നുണ്ട്. ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റായിട്ടും ഒരു മെഡിസിനൽ പ്ലാന്റായിട്ടും ഒക്കെ ആൾക്കാർ വളർത്തുന്നുണ്ട് കേട്ടോ. ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടുന്ന ഡ്രഗ്സിൻ്റെ ഒരു പ്രധാന സോഴ്സും കൂടിയാണ് ഈ പ്ലാന്റ് എന്ന് ഞാനിതിനെ പറ്റിയൊക്കെ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്കറിയാൻ പറ്റിയായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതിൻ്റെ 6 വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് കൂടുതലും ഒരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. പിങ്ക് അല്ലെങ്കിൽ ലാവൻഡർ, ഡാർക്ക് പിങ്ക്, വയലറ്റ് അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഈ പിങ്കും വൈറ്റും കൂടെ ഉള്ളത്, പിങ്ക് മാത്രമുള്ളത്, വയലറ്റും വൈറ്റും കൂടെ ഉള്ളത്, പിന്നെ ഫുൾ വൈറ്റ് വന്നിട്ട് നടുക്ക് പിങ്ക് സ്പോട്ട്സ് മാത്രമുള്ളത്, അങ്ങനെ പല വെറൈറ്റീസ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ ചെടി സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മെയിൻ്റനൻസ് വളരെ കുറവാണ്. നമ്മളിത് ഒരിക്കലും നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ നമുക്കിതിന് വലുതായിട്ട് വളം ഇട്ട് കൊടുക്കുകയോ അങ്ങനെ പരിപാലിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അഥവാ ഇനിയിപ്പം 1-2 ദിവസം വെള്ളം ഒഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ ഇത് വെറുതെ ഇങ്ങനെ വളർന്ന് കാട് പിടിച്ച് വളരുന്ന ഒരു ടൈപ്പ് ചെടിയാണ്. അപ്പം അതിനങ്ങനെ വലിയ മെയിൻ്റനൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, അതങ്ങ് വളർന്നോളും. പിന്നെ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ അത് നന്നായിട്ടൊക്കെ വളരും, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം ഈ നട്ട് ഈ വെള്ളപ്പൂ വരുന്ന ചെടി ഞാനിതിൻ്റെ തൈയൊന്നും വെച്ചതൊന്നും അല്ലായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ ആ ലാവൻഡർ ഈ നിൽക്കുന്ന പ്ലാന്റ്സാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എങ്ങനെയോ അതിൻ്റെ വിത്ത് വീണിട്ട് മുളച്ച് വന്ന ചെടിയാണ്. പക്ഷേ ഇതെല്ലാം വിത്ത് വീണ് മുളച്ചേക്കുന്നതാണ് ഈ ചെടിച്ചട്ടിയിൽ നിൽക്കുന്നത്. പക്ഷേ എങ്ങനെയോ അതിനിടയ്ക്ക് ഒരു വൈറ്റ് വന്നു. അപ്പോൾ അതെനിക്കൊരു അതിശയമായിരുന്നു. അതെങ്ങനെയാണ് ലാവൻഡർ അതിൻ്റെ വിത്ത് വീണിട്ട് വെള്ളം എങ്ങനെയാണ് വരുന്നതെന്നുള്ളൊരു അതിശയമായിരുന്നു. ഇത് എവിടെ നിന്ന് വന്നതാന്നിരുന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് പണ്ട് നമ്മൾ ബയോളജിയിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ കുറച്ച് ഓർമ്മ വന്നേ. ഈ ജീനോടൈപ്പും ഫിനോടൈപ്പും അതുപോലെ ഈ റെസസീവ് ക്യാരക്ടർ അല്ലെങ്കിൽ ഡോമിനൻ്റ് അലീൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ഇത് റെസസീവായിട്ടിരുന്ന ട്രെയ്റ്റ് പുറത്ത് വന്നതായിരിക്കണം. അങ്ങനെ ചെടികളൊക്കെ നട്ടു. ഇനിയും കുറേ ചെടികളും കൂടി ഇരിപ്പുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയും കൂടെ നടണം. അപ്പോൾ എല്ലാം ഒന്ന് പിടിച്ച് കിട്ടിയാൽ കൊള്ളായിരുന്നു. ചിലപ്പം വാടിപ്പോവും, പറയാൻ പറ്റത്തില്ല. നേരത്തെ മാറ്റി നട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ പിടിച്ചാൽ. ഇതിപ്പോൾ ഇനി ഉറപ്പൊന്നുമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിയാം ഇതെല്ലാം പിടിക്കുന്നുണ്ടോ അതോ കരിഞ്ഞു പോകുന്നോ എന്നുള്ളത് അറിയാൻ വയ്യ. എന്തായാലും ഇതിൻ്റെ കുറേ തൈകളും കൂടി ഇരിപ്പുണ്ട്, നോക്കാം. ട്രിവാൻഡ്രത്തുള്ള ആർക്കെങ്കിലും ഇതിൻ്റെ തൈകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തരാം. എനിക്കൊരു കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.